ഹായ് ഹലോ നമസ്കാരം. പി എസ് സി മൈൻഡ് ബൂസ്റ്ററിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. SCERT സീരീസിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് 7ാം ക്ലാസ്സിലെ പാഠപുസ്തകം തന്നെ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. സാമൂഹ്യശാസ്ത്രം ഭാഗം 1. അതിൽ നമ്മൾ ഓൾറെഡി എത്ര ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തു? 4 ചാപ്റ്റേഴ്സ് അല്ല. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററാണ് 5ാമത്തെ ചാപ്റ്റർ. ചാപ്റ്ററിന്റെ പേരാണ് നമ്മുടെ ഭൂമി. ഇപ്പൊ ചാപ്റ്ററിൽ പരിചയപ്പെടാനുള്ള കാര്യം എന്തായിരിക്കും? ജോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മനസ്സിലാക്കി വെക്കാൻ പറ്റുമല്ലോ. ഈ ഭാഗത്ത് നമുക്ക് പരിചയപ്പെടാനുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന് ഭൂമിയുടെ ഉള്ളറയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതേപോലെ തന്നെ 2ാമത്തെ ഭാഗം അന്തരീക്ഷമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളും. അതിൽ ആദ്യം നമ്മൾ ഭൂമിയുടെ ഘടന മനസ്സിലാക്കാൻ പോകുന്നു. ആ ഘടന മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് പാഠപുസ്തകം കൊടുത്തിരിക്കുന്ന കാര്യം ഞാൻ ഭൂമി എന്ന് പറയുന്നൊരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അവിടെ മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് കാര്യം, ഞാൻ ഭൂമി എന്ന രീതിയിലൊരു കൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് അവിടെ പറഞ്ഞു പോകുന്നത്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി അത് ഒരു ചുട്ടുപൊള്ളുന്ന ഒരു ഗോളമായിരുന്നു എന്ന രീതിയിൽ ആദ്യം പറഞ്ഞു പോകുന്നുണ്ട്. പിന്നീട് എന്ത് ചെയ്യാണ്? മഴ ലഭിക്കുകയാണ്. ആ മഴയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഭൂമി തണുക്കുന്നത്. പിന്നീട് കണക്കിന് വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യുന്നു? ജീവജാലങ്ങൾ രൂപം കൊള്ളാണ് ചെയ്യുന്നത്. ആദ്യം ചുട്ടുപൊള്ളുന്ന രീതിയിലായിരുന്നു, പിന്നെ തണുക്കുന്നു, അതിനുശേഷം ജീവജാലങ്ങൾ ഉണ്ടാവുകയാണ്. സൗരയൂഥത്തില് ജീവജാലങ്ങളുള്ള ഏകഗ്രഹമാണ് ഏതെന്ന് മനസ്സിലാക്കി വെക്കുക, ഭൂമി അല്ല. അങ്ങനെയാണെങ്കിൽ ജീവിക്കാൻ വേണ്ടതെല്ലാം ഭൂമിയിലുണ്ട്. ഒന്നാമത്തെ ശ്വസിക്കാൻ വേണ്ട വായുണ്ട്, കുടിക്കാൻ ആവശ്യമായിട്ടുള്ള ജലമുണ്ട്, സസ്യവളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള മണ്ണുണ്ട്, അങ്ങനെയെല്ലാം ഉണ്ട് എന്നുള്ള കാര്യം ഇവിടെ പരാമർശിച്ചു പോകുന്നു. ജസ്റ്റ് ഇൻട്രോ ആയിട്ട് പറഞ്ഞു പോകുന്ന കാര്യമാണ്. നെക്സ്റ്റ് അടുത്ത ഭാഗത്തിലൂടെ പറഞ്ഞു പോകുന്നത് ഭൂമിയുടെ ഉള്ളറയിലേക്ക് പോകുന്ന മെത്തേഡാണ്. ഭൂമിയുടെ ഉള്ളറയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണെങ്കിൽ അവിടെ ചൂട് കൂടി വരുന്നുണ്ട്. ഭൂമിയുടെ ഉള്ളറയിലെ ചൂട് എന്താണ്? അതികഠിനമാണ്. ഉള്ളറയിലെ ചൂട് അതികഠിനമാണ്. ഓക്കെ. കേന്ദ്രഭാഗത്തുള്ള ഏകദേശ ചൂടെന്ന് പറയുന്നത് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ അവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം, വെള്ളം തിളയ്ക്കാൻ വേണ്ട ചൂടെന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ 5500 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചൂടാണ്. ഇനി അടുത്തായിട്ട് നമ്മുടെ ഭൂമിയുടെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് കുറച്ച് ദൂരം അല്ല. അതിൽ നമ്മൾ മാക്സിമം പോയിട്ടുള്ളത് എത്ര കിലോമീറ്റർ മാത്രമാണ്? ആകെ 12 കിലോമീറ്റർ ആണ്. അതായത് നമ്മൾ മാക്സിമം കുതിച്ചു പോയിരിക്കുന്നത് 12 കിലോമീറ്റർ ആണ്. ആ കുതിച്ചു പോയെന്ന് പറയുമ്പോൾ എന്താണ്? ഗനികളുടെ പരമാവധി ഹൈറ്റ് എന്ന് പറയുന്നത് 12 കിലോമീറ്റർ മാത്രമാണ്. ഓക്കെ. അത്രത്തോളം ദൂരം പോലും മനുഷ്യന് ചെന്നെത്താനാകുന്നത് യന്ത്രങ്ങളുടെയും സുരക്ഷാ ഉപകരണങ്ങളുടെയും സഹായത്തോടെയാണെന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്തായിട്ട് നമ്മുടെ ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഭൂമിയുടെ ആരം എന്ന് പറയുന്നത് 6371 കിലോമീറ്റർ. 2 കാര്യം മനസ്സിലാക്കിയില്ലേ? ഒന്ന്, ഭൂമിയുടെ കേന്ദ്രഭാഗത്തെ ഏകദേശ ചൂടെന്ന് പറയുന്നത് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതേപോലെ തന്നെ ഭൂമിയുടെ ആരം എന്ന് പറയുന്നത് ഭൂകേന്ദ്രത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 6371 കിലോമീറ്റർ ആണ്. ഈ വസ്തുതകളൊന്ന് മനസ്സിലാക്കി വെച്ചോളണം. ഇപ്പോൾ 12 കിലോമീറ്റർ മാത്രം പോയിട്ടുള്ള മനുഷ്യന് 6371 വരെയുള്ള ആ ഭാഗത്തേക്ക് പോകുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് എന്നതാണ് ഈ ഭാഗത്തിലൂടെ മനസ്സിലാക്കി വെച്ച് പോകേണ്ടത്. ഇനി അടുത്തായിട്ട് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് മനുഷ്യൻ മനസ്സിലാക്കി എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതായത് അഗ്നിപർവ്വത സ്ഫോടന ഫലമായിട്ട് എന്ത് ചെയ്യും? ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന ലാവാ പദാർത്ഥങ്ങൾ ഉണ്ടാവുമല്ലോ. ഓക്കെ. ആ രീതിയിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്ന വസ്തുക്കൾ പരിശോധിച്ചുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കി വെക്കാം? ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ. അതേപോലെ തന്നെ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം, നമ്മൾ കുതിച്ചുപോയ ഗനികളിൽ നിന്ന് അല്ല, ആ ഗനികളിൽ നിന്ന് ലഭിക്കുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ മറ്റൊരു മാർഗമാണ് ഭൂകമ്പ സമയത്ത് ഉണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നിട്ട്. ഓക്കെ. ആ രീതിയിലൊക്കെയാണ് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് മനുഷ്യൻ മനസ്സിലാക്കുന്നത് എന്ന് പാഠപുസ്തകത്ത് പറയുന്നു. ഈ 3 ഘടകങ്ങളാണ് പാഠപുസ്തകത്ത് പറയുന്ന ഘടകങ്ങൾ. ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് മനുഷ്യന് മനസ്സിലാക്കാൻ സാധിച്ചത് അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെയാണ്. അതേപോലെ തന്നെ ഗനികളിൽ നിന്ന് കിട്ടുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഭൂകമ്പ സമയത്താണ്. ഇതല്ലാതെ ഉൽക്കാശിലകളിൽ നിന്നൊക്കെ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഈ രീതിയിലുള്ള മാർഗങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചോളാം. നെക്സ്റ്റ് അടുത്തായിട്ട് നമുക്ക് ഭൂമിയുടെ ഘടനയൊന്ന് മനസ്സിലാക്കാം. ഭൂമിയുടെ ഘടന ഞങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമായിരിക്കും. ഭൂമിയുടെ ഘടനയിൽ ഏറ്റവും പുറത്തെ പാളിനെ വിളിക്കുന്ന പേരാണ് ഭൂവൽക്കം.
അതിൻ്റെ ഉള്ളിലായിട്ട് മാൻഡിലുണ്ട്, അതിനേക്കാൾ ഉള്ളിലായിട്ട് പുറക്കാമ്പുണ്ട്, അതിനേക്കാൾ ഉള്ളിലായിട്ട് അകക്കാമ്പുണ്ട്. ഇങ്ങനെ നാല് പാളികളായിട്ട് ഭൂമിയുടെ ഘടനയെ നമുക്ക് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഭൂമിയുടെ ഘടന 4 ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. കിട്ടിയോ? അടുത്ത കാര്യം നോക്കിക്കോ. നമ്മൾ ഭൂവൽക്കത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് നോക്കുകയാണ്. അതായത് ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള പാളിയാണ്, നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം, അതിൽ ഏറ്റവും പുറത്തുള്ള പാളി. ഓക്കെ, അപ്പോൾ ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും താരതമ്യേന നേർത്തതുമായ പാളിയാണ് ഏത്? ഭൂവൽക്കം എന്ന് പറയുന്നത്. പുറത്തുള്ളതാണ്, പുറമേയുള്ളതാണ്, അതേപോലെ തന്നെ നേർത്തതാണ്. ഓക്കെ, അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കേണ്ടത് ഈ ഭാഗം ഖരരൂപത്തിലാണ്, ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണെന്ന് മനസ്സിലാക്കി വെച്ചോളാം. അങ്ങനെ ഭൂവൽക്കത്തിൻ്റെ വൻകര ഭൂവൽക്കം എന്നുള്ള ഭാഗവും സമുദ്ര ഭൂവൽക്കം എന്നുള്ള ഭാഗവും നമുക്ക് ഭൂവൽക്കത്ത് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ 2 ഭാഗങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി വെച്ചോളാം. വൻകര ഭൂവൽക്കത്തിൻ്റെ കനം കൂടുതലാണെന്ന് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ സമുദ്ര ഭൂവൽക്കത്തിന് കനം കുറവാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ വൻകര ഭൂവൽക്കത്തിന് എന്തുണ്ട്? കനം കൂടുതലുണ്ട്. അടുത്ത മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ശരാശരി 30 കിലോമീറ്ററോളം വരും വൻകര ഭൂവൽക്കത്തിന്. സമുദ്ര ഭൂവൽക്കത്തിനാണെങ്കിൽ വൻകര ഭൂവൽക്കത്തിന് ശരാശരി കനം 30 കിലോമീറ്റർ പറയുന്നത്. അതേപോലെ തന്നെ സമുദ്രത്തിന് അതിനേക്കാളും കുറവാണ്. ഇതേപോലെ തന്നെ പർവ്വത പ്രദേശത്തൊക്കെ 70 കിലോമീറ്ററൊക്കെ കനമുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സമുദ്ര ഭൂവൽക്കത്തിന് ശരാശരി കിലോമീറ്റർ ഇവിടെ പറയുന്നത് 5 കിലോമീറ്റർ എന്ന രീതിയിലാണ് ഇവിടെ പറഞ്ഞു പോയേക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പാഠപുസ്തകത്തിൽ ഭൂവൽക്കത്തിൻ്റെ കനമായിട്ട് പരാമർശിക്കുന്നുണ്ട്. ജസ്റ്റ് ഈ രീതിയിൽ പ്രസ്താവനയൊക്കെ വരികയാണെങ്കിൽ ഓർത്ത് വെച്ചോളണം. ഒരു പക്ഷേ ഇങ്ങനെ ആക്കിക്കൊണ്ട് പ്രസ്താവനകൾ വരാം. ഓക്കെ, നമ്മൾ സാധാരണ പഠിക്കുന്നത് ചെറിയ വ്യത്യാസപ്പെട്ടുള്ള നമ്പറൊക്കെ ആയിരിക്കും. എന്തിനാലും പാഠപുസ്തകത്തിൽ ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് തന്നെ ഈ രീതിയിൽ പ്രസ്താവന വെച്ചൊക്കെ പറയുകയാണെങ്കിൽ ഒരു പക്ഷേ ശരിയായിട്ട് പരിഗണിക്കാം ആൻസർ കേട്ടോ. നെക്സ്റ്റ് അടുത്തായിട്ട് മാൻഡിലേക്ക് നമുക്ക് പോകാം. മാൻഡിലേക്ക് പോകുന്ന സമയത്ത് മാൻഡിൽ എന്ന് പറയുന്ന ഭാഗം എന്ന് പറയുന്നത് ഭൂവൽക്കത്തിന് താഴെയാണ് കാണപ്പെടുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ കനം എന്ന് പറയുന്നത് ഏകദേശം 2900 കിലോമീറ്റർ ആണ്. ഭൂവൽക്കത്തിൽ നിന്ന് 2900 കിലോമീറ്റർ വരെ ഏത് കാണപ്പെടുന്നുണ്ട്? മാൻഡിൽ കാണപ്പെടുന്നുണ്ട്. 2ാമത്തെ ഭാഗം അല്ല, ആ മഞ്ഞ കളർ കാണപ്പെടുന്ന ഭാഗമാണ് മാൻഡിൽ എന്ന് മനസ്സിലാക്കി വെച്ചോളൂ. നെക്സ്റ്റ് അടുത്തായിട്ട് ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെ ശിലാമണ്ഡലം എന്ന് വിളിക്കാം. ഏതൊക്കെ ഭാഗം? ഭൂവൽക്കവും അതേപോലെ തന്നെ മാൻഡിലിൻ്റെ മുകൾ ഭാഗവും. ഇതാ ഏകദേശം ഇത്രയും ഭാഗം. ഓക്കെ, ആ ഭാഗത്തെയാണ് എന്ത് പറയുന്നത്? ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് അടുത്തായിട്ട് ശിലാമണ്ഡലത്തിന് താഴെയായിട്ട് ശിലാപദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ അർദ്ധദ്രാവകാവസ്ഥയിലാണ് കാണപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാഗ്മ എന്ന് വിളിക്കുന്നത് കേട്ടോ. മാഗ്മ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. ഇതാ ഈ ഭാഗത്തായിട്ട് ഉരുകിയ അവസ്ഥയിൽ, ആ ഭാഗത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാഗ്മ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ആ ഭാഗത്തിനെ വിളിക്കുന്ന പേര് അസ്തനോസ്ഫിയർ. അപ്പം മുകളിലത്തെ ഭാഗം ലിത്തോസ്ഫിയർ, താഴത്തെ ഭാഗം അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയറിലാണ് എന്ത് കാണപ്പെടുന്നത്? മാഗ്മ കാണപ്പെടുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. പിന്നെ അടുത്ത കാര്യം മനസ്സിലാക്കി വെച്ചോളണം, അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം ഖരാവസ്ഥയിലാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഞാൻ പറഞ്ഞു ഇവിടം വരെയാണ് അസ്തനോസ്ഫിയർ, അതിൻ്റെ താഴോട്ടേക്ക് ഖരാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാൻഡിലിൻ്റെ ഭാഗം തന്നെ ഖരാവസ്ഥയിലാണ്. നെക്സ്റ്റ് കാമ്പിലേക്ക് പോകാം. കാമ്പിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാമ്പിനെ 2ആയി തരംതിരിക്കുന്ന രീതിയിലൊന്ന് മനസ്സിലാക്കി വെച്ചോളണം. അതിൽ പുറക്കാമ്പും അകക്കാമ്പും ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, മാൻഡിലിന് താഴെയായിട്ടാണ് കാമ്പുള്ളതെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അവിടെയാണ് പുറക്കാമ്പും അകക്കാമ്പും നമുക്ക് കാണാൻ പറ്റുക. അപ്പം ഇങ്ങനെയാണെങ്കിൽ പുറക്കാമ്പാണെങ്കിൽ ദ്രവാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണെന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഭൂമിയുടെ ഉള്ളറയിലേക്ക് പോകുന്നതനുസരിച്ച് ഈ രീതിയിൽ അവസ്ഥകൾ മാറുന്നുണ്ട്. പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ്. നെക്സ്റ്റ് കാമ്പ് മുഖ്യമായും നിക്കൽ, ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ രൂപം കൊണ്ടതാണെന്ന് മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ട് തന്നെ കാമ്പിനെ വിളിക്കുന്ന പേരാണ് നിഫെ. അതായത് നിക്കൽ, ഫെറസ് അല്ലെങ്കിൽ ഫെറം എന്നീ 2 മൂലകങ്ങൾ കാണപ്പെടുന്നുണ്ട്. നിഫെ എന്നറിയപ്പെടുന്നതാണ് ഏത്? കാമ്പ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അകക്കാമ്പിലെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന കാര്യോടെയും ഇവിടെ ഈ ഭാഗത്തിലൂടെ നമ്മൾ പരിചയപ്പെട്ടു പോകുന്നു.
പിന്നെ അടുത്തായിട്ട് നമ്മൾ ആ ഭൂമിയുടെ ഘടനയുടെ സവിശേഷതകളും കാര്യങ്ങളൊക്കെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ചാർട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ഭൂവൽക്കം എന്ന് പറയുന്നതിൻ്റെ ഫാക്റ്റുകൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് മാൻറ്റിലുമായിട്ട് ബന്ധപ്പെട്ട സവിശേഷതകൾ രണ്ടാമത്തെ ഭാഗത്ത് പരിചയപ്പെട്ടിട്ടുണ്ട്. മൂന്നാമത്തെ ഭാഗത്ത് നമ്മൾ കാമ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചാർട്ട് അവിടെ കൊടുത്തേക്കുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോയിക്കൊള്ളുക. അത്രയും സവിശേഷതകളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് നമുക്ക് പരിചയപ്പെടാനുള്ളത് അന്തരീക്ഷ പാളികളെ കുറിച്ചാണ്. അന്തരീക്ഷ പാളികളെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അന്തരീക്ഷ പാളികൾ 5 എണ്ണം ഉണ്ട് അല്ലെങ്കിൽ 4 എണ്ണം ഉണ്ട് എന്ന രീതിയിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ ഏതൊക്കെ പാളികളാണ് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ പരിചയപ്പെടാം. ആദ്യം ഭൂമിയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ഭാഗം, ഓക്കെ, അതാണ് ട്രോപ്പോസ്ഫിയർ. ഈ ഭാഗത്തെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താ? അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളിയാണ് ഏത്? ട്രോപ്പോസ്ഫിയർ. ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ 13 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ഉയരം വരുന്നത്. ഓക്കെ, ഏറ്റവും താഴ്ന്നുള്ള ഭാഗമാണ് 13 കിലോമീറ്റർ ആണ് ശരാശരി ഉയരം. ഇനി ധ്രുവപ്രദേശത്ത് നോക്കുകയാണെങ്കിൽ 18 കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് നോക്കുകയാണെങ്കിൽ 18 കിലോമീറ്ററുമാണ് നമ്മുടെ ട്രോപ്പോസ്ഫിയറിന്റെ ഹൈറ്റ്. ഓക്കെ, അതിന് കാരണം മെയിനായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് കൂടുതലാണ്. ഓക്കെ, അങ്ങനൊരു കാര്യം മനസ്സിലാക്കി വെക്കുക. ആ രീതിയിൽ ഉയരം വ്യത്യാസപ്പെടാൻ കാരണം എന്തിനാണ്? ചൂട് കൂടുന്നതുകൊണ്ട് തന്നെയാണ്. പിന്നെ അടുത്തായിട്ട് പൊടിപടലങ്ങള്, ജലബാഷ്പം, ഇതൊക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പാളി ഏതാ? അത് നമ്മുടെ ട്രോപ്പോസ്ഫിയർ ആണ്. അതേപോലെ തന്നെ മേഘരൂപീകരണം, മേഘം ഉണ്ടെങ്കിൽ മഴയുണ്ടാവും അല്ല. അതേപോലെ തന്നെ മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നതും ഏതിൽ തന്നെയാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. പിന്നെ അടുത്തായിട്ട് മറ്റൊരു സവിശേഷത ഇവിടെ മനസ്സിലാക്കി വെച്ചോളണം. ട്രോപ്പോസ്ഫിയറിൽ ഭൗമോപരിതലത്തിൽ നിന്ന് ഓരോ 165 മീറ്റർ ഉയരം വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് താപനിലയിൽ 1 ഡിഗ്രി സെൽഷ്യസിൻ്റെ കുറവുണ്ടാവുന്നുണ്ട്. അതിനെയാണ് ക്രമമായ താപനഷ്ട നിരക്ക് അല്ലെങ്കിൽ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് വിളിക്കുന്നത്. കിട്ടിയല്ലോ? അങ്ങനെ ഒരു സവിശേഷത അവിടെ മനസ്സിലാക്കി വെച്ചുള്ള ഉയരം ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? താപനില കുറയുന്നുണ്ട്. ഇതിനാണ് എന്ത് പറയുന്നത് നമ്മൾ? ക്രമമായ താപനഷ്ട നിരക്ക് അല്ലെങ്കിൽ നോർമൽ ലാപ്സ് റേറ്റ് എന്നറിയപ്പെടുന്നത്. കിട്ടിയോ? അടുത്ത ഭാഗം സ്ട്രാറ്റോസ്ഫിയർ ആണ് അല്ല. സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ അടുത്ത കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത് ട്രോപ്പോസ്ഫിയറിന് മുകളിലായിട്ടാണ് കാണപ്പെടുന്നത്. ട്രോപ്പോസ്ഫിയറിന്റെ തൊട്ട് മുകളിൽ ഏതുണ്ട്? സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട്. അവിടെ മനസ്സിലാക്കി വെക്കുക, ഭൗമോപരിതലത്തിൽ നിന്ന് 50 കിലോമീറ്റർ വരെയാണ് ഏതിൻ്റെ ഹൈറ്റ്? ട്രോപ്പോസ്ഫിയറിന്റെ ഹൈറ്റ്. 50 കിലോമീറ്റർ ആണ് ഉയരം. എന്നുവെച്ചാൽ അടുത്തായിട്ട് ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം. ഓക്കെ, ഉയരം കൂടുമ്പോൾ താപനില വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളിയുള്ളതെന്ന് മനസ്സിലാക്കി വെക്കുക. ഓസോൺ പാളിയുള്ളത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. പിന്നെ അടുത്തായിട്ട് ഏകദേശം ഇത് 25 കിലോമീറ്റർ ഉയരത്തിലാണ് നിലകൊള്ളുന്നത്. അപ്പം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാ? ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലായിട്ട് കാണപ്പെടുന്ന ഭാഗം 50 കിലോമീറ്റർ വരെ. അതേപോലെ തന്നെ താപം ഒരു പ്രത്യേക അവസ്ഥയ്ക്ക് ശേഷം, പ്രത്യേക സമയത്തിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? ഉയരം കൂടുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നുണ്ട്. അതായത് താഴ്ന്ന വിധാനങ്ങളിലൊക്കെ താപം സെയിം ആണ്. അങ്ങനെ ഒരു ഫാക്ടറും കൂടെ ഉണ്ട്. ഇവിടെ പറഞ്ഞ കാര്യം ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? താപം വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ ഓസോൺ പാളി കാണപ്പെടുന്നുണ്ട് ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിൽ. കിട്ടിയ സ്ട്രാറ്റോസ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അടുത്തത് നമ്മൾ ഓസോൺ പാളിയായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അതൊരു ഭൂമിയുടെ രക്ഷാ കവചമായിട്ട് നിൽക്കുന്നുണ്ട് അല്ല. ഓസോൺ പാളി എന്ന് പറയുന്നത് ഭൂമിയുടെ രക്ഷാ കവചമായിട്ടാണ് നിൽക്കുന്നത്. അതായത് നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന അൾട്രാ വയലറ്റ് രശ്മികൾ എന്ന് പറയുന്ന സൗരരശ്മികളുണ്ട് അല്ല. ആ സൗരരശ്മികളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നത് ആരാ? ഓസോൺ വാതകങ്ങളുടെ സാന്നിധ്യം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓസോൺ പാളി എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് അൾട്രാ വയലറ്റ് രശ്മി വൻതോതിൽ ഭൗമോപരിതലത്തിൽ പതിച്ചാൽ അത് പല ദോഷങ്ങളും ഭൂമിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ജീവജാലങ്ങൾക്ക് ഹാനികരമാവും, ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, അതിൻ്റെ അകത്ത് മെയിൻ സൃഷ്ടിക്കുന്ന ഫലങ്ങൾ അല്ലെങ്കിൽ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ആഹാര ശൃംഖല തകരും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. നെല്ല് പോലെയുള്ള വിളകൾക്കൊക്കെ എന്തുണ്ടാവും? കൃഷിനാശം പോലെയുള്ള സംഭവങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ എന്തുണ്ടാവും?
ആഹാര ശൃംഖലയിൽ തകർച്ചയുണ്ടാകുന്നുണ്ട്. പിന്നെ സസ്യവളർച്ചകൾ മുരടിക്കുന്നൊരവസ്ഥ ഉണ്ടാവും, അകാല വാർദ്ധക്യം ഉണ്ടാവും, അന്ധത ഉണ്ടാവാം, തിമിരം ഉണ്ടാവാം, ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ ഉണ്ടാവാം. ഈ കാര്യങ്ങളൊക്കെയാണ് ഏതിൻ്റെ ഫലമായിട്ടുണ്ടാവുക? അൾട്രാ വയലറ്റ് വികിരണങ്ങൾ ഭൂമിയിലെത്തിയാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ ഉണ്ടാവുക. ഓക്കെ, ആ രീതിയിലൊക്കെ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യുന്ന ആരാ? ഓസോൺ പാളിയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്ന വസ്തുതകൾ. നെക്സ്റ്റ് അടുത്തായിട്ട് ഓസോൺ ദിനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മനസ്സിലാക്കി വെക്കുക. എല്ലാ വർഷവും സെപ്റ്റംബർ 16 എന്ത് പറയുന്നത്? ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത്. സെപ്റ്റംബർ 16 ഓസോൺ ദിനാണെന്ന് ആലോചിച്ച് വെച്ചോളാം. അതേപോലെ തന്നെ ഓസോൺ സംരക്ഷണത്തിന്റെ ആവശ്യകത സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുക, ഓസോൺ ശോഷണത്തിന് കാരണമായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്നുള്ള കാര്യമാണ് പറഞ്ഞു പോയേക്കുന്നത്. ഓക്കെ ആണോ? അടുത്ത പാളി ഏതാ? മിസോസ്ഫിയർ ആണ് അല്ലെ. അന്തരീക്ഷത്തിലെ അടുത്ത പാളി മിസോസ്ഫിയർ. ഏതിന് മുകളിൽ? സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ. അതിന്റെ ഹൈറ്റ് മനസ്സിലാക്കി വെക്കുക. 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ. 50 വരെ നമ്മൾ സ്ട്രാറ്റോസ്ഫിയർ പറഞ്ഞു അല്ല. 50 മുതൽ 80 വരെയാണ് ഏത്? മിസോസ്ഫിയർ. അപ്പോൾ ഈ പാളിയിൽ താപനിലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഉയരം കൂടുന്തോറും താപനില കുറയുന്നുണ്ട്, താപം കുറയുന്ന പ്രതിഭാസം ഉണ്ടാകുന്നുണ്ട്. ഇനി അടുത്തായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴേക്കും താപനില -100 ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്നൊക്കെ ഉണ്ട്. മനസ്സിലാക്കി വെക്കേണ്ട മറ്റൊരു വസ്തുത, അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില -100 വരെയൊക്കെ പോകുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ താപനില കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ചോദിച്ചു കഴിഞ്ഞാൽ ഏത് തന്നെയാണ്? മിസോസ്ഫിയർ ആണ്. പിന്നെ അടുത്തായിട്ട് ഇത്രയും താപനില കുറയുന്നതുകൊണ്ടൊക്കെ ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്നത് ഏത് പാളിയിൽ വെച്ചിട്ടാണ്? മിസോസ്ഫിയറിൽ വെച്ചാണെന്ന് മനസ്സിലാക്കി വെച്ചോളാം. കിട്ടിയോ? അടുത്ത കാര്യം, അടുത്ത പാളിയുടെ പേര് തെർമോസ്ഫിയർ ആണല്ലോ. ആ തെർമോസ്ഫിയറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ നോക്കേണ്ട വസ്തുത എന്ന് പറയുന്നത്, മിസോസ്ഫിയറിന് മുകളിലായിട്ടാണ് തെർമോസ്ഫിയർ കാണപ്പെടുന്നത്. മിസോസ്ഫിയറിന് മുകളിലായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ എന്ന രീതിയിലാണ് അതിൻ്റെ ഹൈറ്റ് പറയുന്നത് കേട്ടോ. 80 മുതൽ 400 കിലോമീറ്റർ വരെ എന്ന രീതിയിൽ ഹൈറ്റ് എന്ന് മനസ്സിലാക്കി വെച്ചോളാം. കിട്ടിയല്ലോ? ആ രീതിയിലാണ് അതിൻ്റെ ഹൈറ്റ് പറയുന്നത്, തെർമോസ്ഫിയറിൻ്റെ ഹൈറ്റ് പറയുന്നത്. ഓക്കെ, കിട്ടിക്കോളണം. പക്ഷെ അടുത്ത വസ്തുത മനസ്സിലാക്കി വെക്കേണ്ടത്, അന്തരീക്ഷ പാളികളിൽ അടുത്ത വസ്തുത മനസ്സിലാക്കി വെക്കേണ്ടത്, തെർമോസ്ഫിയറായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഉയരം കൂടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? താപനില കൂടി വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന രീതിയിൽ വിളിക്കുന്നുണ്ട്. തെർമോസ്ഫിയറിന്റെ ഭാഗമായിട്ട് ഏതും കൂടെയുണ്ട്? അയണോസ്ഫിയർ കൂടെയുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അയണോസ്ഫിയർ തെർമോസ്ഫിയറിന്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, കിട്ടിയല്ലോ? സിമ്പിൾ ആയിട്ടുള്ള വസ്തുതകൾ ഓരോന്നായിട്ട് ഓർത്ത് വെച്ചോളൂ കേട്ടോ. നെക്സ്റ്റ് അടുത്തായിട്ടുള്ള ഭാഗം പരിചയപ്പെടാനുള്ളത് അയണോസ്ഫിയറിനെ കുറിച്ചാണ്. അയണോസ്ഫിയറിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കേണ്ടത്, 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാ വയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര രശ്മികൾ, സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നുണ്ട്. ഈ പ്രക്രിയയാണെന്ന് പറയുന്നത് അയോണീകരണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അന്തരീക്ഷത്തിലെ അയോണുകൾ സൃഷ്ടിക്കുന്ന ആരാ? അൾട്രാ വയലറ്റും എക്സ്റേ തുടങ്ങിയ തീവ്ര രശ്മികളാണ് ആ രീതികൾ തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നത്. അതാണ് അയോണീകരണം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രവർത്തനം നടക്കുന്ന മണ്ഡലത്തെ വിളിക്കുന്ന പേരാണെന്ത്? മണ്ഡലത്തെ വിളിക്കുന്ന പേര് അയണോസ്ഫിയർ. കിട്ടുമല്ലോ? ഇനി അടുത്തായിട്ട് അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും. അതുകൊണ്ട് തന്നെ റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ റേഡിയോ പ്രക്ഷേപണം സാധ്യമാകുന്നത് അത് എവിടെ തന്നെയാണ്? നമ്മുടെ അയണോസ്ഫിയറിലാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന മേഖല ഏതാണ്? അതാണ് അയണോസ്ഫിയർ. കിട്ടിയോ വസ്തുതകൾ? അടുത്തൊരു ഭാഗം നമ്മൾ അന്തരീക്ഷ പാളികളെ കുറിച്ച് പഠിക്കുമ്പോൾ അടുത്തൊരു പാളിയും കൂടി ആയിട്ട് എക്സോസ്ഫിയർ കൂടി ഒന്ന് കണക്ട് ചെയ്തുകൊള്ളാം. ഓക്കെ, ആ രീതിയിൽ അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയാണ്
എക്സോസ്ഫിയർ. 400 കിലോമീറ്ററിന് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് എക്സോസ്ഫിയർ. ഓക്കെ, അന്തരീക്ഷപാളിയിൽ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് 400 കിലോമീറ്റർ മുകളിലെന്ന് പറയുമ്പോൾ അവിടെ ഭൂമിയുടെ അന്തരീക്ഷം എന്ന് പറയാൻ പറ്റില്ല. ഭൂമിയുടെ അന്തരീക്ഷം ഒരു 100 കിലോമീറ്റർ വരെയൊക്കെയാണ്. എന്തുതന്നെയായാലും അന്തരീക്ഷ പാളികൾ നമുക്ക് 4ആയി തരംതിരിക്കാന്ന് പറഞ്ഞാൽ ആദ്യത്തെ 4 പാളികൾ ഓർത്ത് വെക്കുക. 5ആയിട്ട് തരംതിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം 5ൽ എക്സോസ്ഫിയറും ഉൾപ്പെടും. ഓക്കെ, അന്തരീക്ഷ പാളികളെ 5ആയി തരംതിരിക്കാം, ഭൂമിയുടെ അന്തരീക്ഷത്തെ 4ആയി തരംതിരിക്കാം എന്ന രീതിയിലൊക്കെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ വസ്തുതകൾ കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചുള്ള 100 കിലോമീറ്റർ വരെയാണ് ഭൂമിയുടെ അന്തരീക്ഷം വരുന്നത്. അതിനുശേഷം ബഹിരാകാശമാണ്. കിട്ടിയല്ലോ. പിന്നെ അടുത്തായിട്ട് നമുക്ക് ഓരോന്നിനെയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ക്രോഡീകരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കാം നമുക്ക്. ഉയരം കൂടുന്തോറും താപനില വർദ്ധിക്കുന്നു. ഓക്കെ, അത് എവിടെയുള്ള ആ പ്രത്യേകതയാണെന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, അത് ഉയരം കൂടുന്തോറും താപനില വർദ്ധിക്കുന്ന രീതിയിലുള്ള പ്രത്യേകത എവിടെ ഉണ്ടാകുന്നത്? അത് തെർമോസ്ഫിയറിൽ ഉണ്ടാകുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അല്ല, അതേപോലെ തന്നെ സ്ട്രാറ്റോസ്ഫിയറിലും അത് സംഭവിക്കുന്നുണ്ട്. അല്ല, പിന്നെ താപനില ഏറ്റവും കുറഞ്ഞ പാളിയാണെങ്കിലോ? താപനില ഏറ്റവും കുറഞ്ഞ പാളിയാണെങ്കിൽ അത് മിസോസ്ഫിയർ ആണെന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ഉൽക്കകൾ കത്തിച്ചാരമാകുന്നത് എവിടെ തന്നെയാണ്? മിസോസ്ഫിയർ ആണ്. ഓക്കെ, പിന്നെ ബഹിരാകാശത്തിലേക്ക് ലയിക്കുന്ന ഭാഗം, വായു തന്മാത്രകൾ ക്രമേണ കുറഞ്ഞിട്ട് ബഹിരാകാശത്തിലേക്ക് ലയിക്കുന്ന എവിടെ വെച്ചിട്ടാണ്? എക്സോസ്ഫിയർ ആണെന്ന് മനസ്സിലാക്കി വെച്ചോളാം. പിന്നെ ഉയരത്തിനനുസരിച്ച് ഒരു നിശ്ചിത തോതിൽ താപം കുറയുന്ന പാളി, ആ നിശ്ചിത തോതിൽ എന്ന് പറയുമ്പോൾ അത് ട്രോപ്പോസ്ഫിയർ ആണ്. അല്ലേ, അത് ക്രമമായ താപനഷ്ട നിരക്ക്. പിന്നെ ഓസോൺ വാതകം, ഓക്കെ, അത് ഇവിടെ കാണപ്പെടുന്നുണ്ട്, സ്ട്രാറ്റോസ്ഫിയർ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ 80 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ അത് തെർമോസ്ഫിയറിൻ്റെ പ്രത്യേകതയായിട്ടാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഇവിടെ ചേരുമ്പടി ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയേക്കുന്നത്. ഇത്രയും വസ്തുതകളാണ് ഈ ഭാഗത്തിലൂടെ നമുക്ക് പരിചയപ്പെട്ടു പോകാനുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. കൂടുതൽ ഫാക്ട്സ് ഒന്നുമില്ല, സിമ്പിൾ ഫാക്റ്റുകൾ. കൃത്യമായിട്ട് വീഡിയോ കാണുക, കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക, നോട്ട് എഴുതി വെക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.